ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ റിപ്പബ്ലിക് ഡേയുടെ അന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു, ഒന്ന് ടെറസിലൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നിരുന്നതാണ്. വിഷ്ണുപ്രിയ വിനീത് എന്നിട്ടൊരു കുട്ടി കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം വിളക്ക് വയ്ക്കാൻ തുടങ്ങിയെന്നും പൂക്കൾ വയ്ക്കാൻ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഹൗസ് വൈഫ് ആവാനും അതുപോലെ തന്നെ നല്ലൊരു അമ്മയാവാനൊക്കെ എൻ്റെ വ്ളോഗ് സഹായിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായൊരു ചാനലാണ് എൻ്റേതെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ജെന്യുവൻ ആയിട്ടുള്ള ഒരാളാണെന്നും എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം തോന്നി ഇങ്ങനെ ഒരു നല്ലൊരു കമൻറ്റ് വായിച്ചപ്പോൾ. ഒത്തിരി പേരാണ് ഇങ്ങനെയുള്ള നല്ല നല്ല കമൻറ്റ്സ് അറിയിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ട് കാരണം കൊണ്ടാണ് എനിക്ക് ഇപ്പോഴും വീഡിയോസൊക്കെ ഇടാനായിട്ട് പറ്റുന്നത്. നിങ്ങൾ നല്ല നല്ല അഭിപ്രായം പറയുമ്പോൾ എനിക്ക് കൂടുതൽ പ്രചോദനമാവുകയാണ് ചെയ്യുന്നത്. പിന്നെ നല്ല കാര്യങ്ങൾ മാത്രം പറയാതെ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അതും പറയുക. അപ്പം ഞാൻ എല്ലാ കമൻസും അതിൻ്റെതായ സെൻസിലെടുക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഒത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ എന്നെ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. കുറേ പേര് ഈ റീസെൻ്റ് ആയിട്ട് കമൻറ്റ് ഇട്ടിരുന്നു, പഴയ വ്ളോഗ്സ് ഒക്കെ കണ്ടത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ വ്ളോഗൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയെന്നും സംസാരിക്കുന്ന രീതിയാണെങ്കിലും എനിക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയാതെ ഈ ഒരു ചാനൽ തുടങ്ങിയ ഒരാളാണ് കേട്ടോ. എനിക്ക് അങ്ങനെ പറഞ്ഞു തരാനോ ഒന്നും ആരുമില്ലായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയൊരു ചാനലാണ്. അപ്പോൾ എനിക്കത് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്നോ എഡിറ്റിങ്ങോ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരാളായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ കാര്യങ്ങളും പതിയെ പതിയെ പഠിച്ച് അതിൽ ഒത്തിരി മിസ്റ്റേക്കുകൾ വരുത്തി. പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും പലരും എനിക്ക് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടിപ്സൊക്കെ പറഞ്ഞു തന്ന്, പിന്നെ അതുപോലെ തന്നെ എനിക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ ഞാൻ ഓരോന്നായിട്ട് ശ്രദ്ധിച്ച് അങ്ങനെയാണ് ഇപ്പോൾ ഇത്രയെങ്കിലും എത്തിയത് കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾക്ക് തുറന്ന് പറയാനുള്ളൊരു അവകാശമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ അതെല്ലാം നിങ്ങൾ പറയുക കേട്ടോ. കാരണം ഒന്നും അറിയാതെ തുടങ്ങിയ ഒരാളാണ് ഞാൻ ഈ ഒരു ചാനല്. നമ്മുടെ വിഷ്ണുപ്രിയ ഒരു ക്രാഫ്റ്റ് ചാനല് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പെൻവർ ക്രാഫ്റ്റ്സ് എന്നാണ് അതിന്റെ പേര് കേട്ടോ. അപ്പോൾ അത് ഇൻസ്റ്റാഗ്രാമിലാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അതിനുള്ള റിപ്ലൈ തന്നിട്ടില്ല ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന ദിവസം. അപ്പോൾ ഈ വീഡിയോ വിഷ്ണുപ്രിയ കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോയിൽ കമന്റ് ഇട്ടേക്കണേ എങ്ങനെയാണ് ഇത് സെയിൽ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ പുള്ളിക്കാരി ഇതുവഴി ചെയ്യുന്നത് ഹെയർ ആക്സസറീസ്, കരിമണി മാല, ബ്രേസ്ലെറ്റ്, ഫോട്ടോ ഫ്രെയിംസ്, റിംഗ് ആൽബം, നോട്ട്ബുക്ക് ആൽബം, ഫോട്ടോ കലണ്ടർ, ഇങ്ങനത്തെ സംഭവങ്ങളാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചെറിയൊരു എന്റർപ്രണർ ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. പിന്നെ അത് പൊടി തട്ടി എടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്കാരി അത്ര ആക്റ്റീവായിട്ട് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്തിരുന്നാൽ ഞാൻ ആ കമന്റ് പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ എങ്ങനെയാണിത് മേടിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ലല്ലോ ആർക്കും. അപ്പോൾ എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴും അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു റിപ്ലൈയും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കമന്റ് ചെയ്തേക്കണേ, മറക്കരുത്. അതുപോലെ തന്നെ ആ കുട്ടിയെ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ള എനിക്ക് എപ്പോഴും കമന്റ് അറിയിക്കുന്ന ഒരു മോളാണ്. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. വീണ്ടും ആ ബിസിനസ്സൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്ത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുക കേട്ടോ. അങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വരുന്നത്, നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകൾ, പിന്നെ വീട്ടിൽ വഴക്കും പ്രശ്നവും ബഹളവും, അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ വീട്ടമ്മമാർക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ ബിസിനസ്സൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് നല്ല അടിപൊളിയായിട്ട് വരട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും അഡ്വാൻസ് ആയിട്ട് നേരുന്നു. നിങ്ങളെല്ലാവരും വിഷ്ണുപ്രിയയ്ക്ക് എല്ലാ ബ്ലെസ്സിങ്സും അറിയിച്ചേക്കണം കേട്ടോ, മറക്കരുത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഐശ്വര്യയുടെ കാര്യം ഇങ്ങനെ ഞാൻ ബിസിനസ് തുടങ്ങിയ കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് സഹോദരിമാരാണ് ഒത്തിരി സപ്പോർട്ടാണ് കൊടുത്തത് കേട്ടോ. ഐശ്വര്യ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറയുകയും ചെയ്തു, ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും പേര് ബ്ലെസ് ചെയ്യുമെന്നൊന്നും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ളവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഒരുപാട് പൈസ ചിലവോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. നമ്മുടെ കൂടെ ഒരാൾ വളർന്നു വരിക എന്ന് പറയുന്നത് അത് നമ്മുടെ ഏറ്റവും നല്ലൊരു നമുക്കതിലൊരു പങ്കുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണല്ലേ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കാതെ നല്ല മനസ്സോടുകൂടി നിറഞ്ഞ മനസ്സോടെ മറ്റുള്ളവരെ നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ ലൈഫിലും ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് റിപ്പബ്ലിക് ഡേ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ആമിക്ക് ഇന്ന് സ്കൂളില്ലാത്ത ദിവസമായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനിൽ രാവിലെ തന്നെ ഫ്ലാഗ് ഒക്കെ ഉയർത്തി. പക്ഷെ നമ്മൾ പോയില്ല. ഇവിടെ താഴേന്ന് അനിയനും അച്ഛനും ഒക്കെയാണ് പോയത് കേട്ടോ. ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റായി. ഞാൻ നേരത്തെ എഴുന്നേറ്റു, പക്ഷെ ആമിയും ഹസ്ബൻഡും ഒക്കെ എഴുന്നേറ്റത് ലേറ്റായിട്ടാണ്. അപ്പം ഞാൻ ഓർത്തു രാവിലെ വീട്ടിൽ വിളക്കൊക്കെ വെച്ചിട്ട്
വീട്ടിലൊന്ന് കോലമൊക്കെ ഒന്ന് വരച്ചിടാന്ന്. അങ്ങനെ ഫ്ലാഗിന്റെ മോഡലിൽ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ഡിസൈൻ വരച്ചതാണ് കേട്ടോ. അപ്പോൾ ആമി ഉള്ളതുകൊണ്ട് അവളെ കൊണ്ട് തന്നെ കളറിങ്ങും ചെയ്യിപ്പിച്ചു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കളർ ചെയ്യാനായിട്ട്. പിന്നെ അതേ ഹസ്ബൻഡ് നടക്കാൻ പോയിട്ട് വന്നപ്പോൾ കുറേ ചീര മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ എല്ലാ ദിവസവും ചീര കഴിക്കാറുണ്ട് വീക്ക് ഡേയ്സിൽ. വീക്കെൻഡിൽ അങ്ങനെ കഴിക്കത്തില്ല. ഇത്തവണ ഹസ്ബൻഡ് ആണെങ്കിൽ ഇതുപോലെ കുറേ ഐറ്റംസ് ഒരുമിച്ച് മേടിച്ചുകൊണ്ട് വന്നായിരുന്നേ. പൊന്നാങ്കണ്ണി ചീര ഒരു കെട്ട് മേടിച്ചു. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചുവന്ന ചീരയില്ലേ, പക്ഷെ ആ ചീരയാണെങ്കിൽ എപ്പോഴും ഒന്നും നല്ല ചീര നമുക്ക് കിട്ടത്തില്ല. ഇവിടെ കിട്ടുന്ന ചീര വെറുതെ റെഡ് കളറേ കാണുള്ളൂ, പക്ഷെ നല്ല കൊഴുപ്പും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണൂല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റെഡ് ചീരയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. പൊന്നാങ്കണ്ണി 2 കെട്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ ആ റെഡ് ചീരയുടെ തന്നെ പച്ചച്ചീരയും മേടിച്ചിട്ടുണ്ട്. പിന്നെ മടത്തക്കാളി ചീരയും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോന്നായിട്ട് എനിക്ക് ക്ലീൻ ചെയ്തെടുക്കണം. ഇന്നിപ്പോൾ ഒരെണ്ണമേ ക്ലീൻ ചെയ്യുന്നുള്ളൂ, ഏതെങ്കിലും ഒരു ഐറ്റം. ഞാൻ പൊന്നാങ്കണ്ണി ഇന്ന് ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ബാലൻസ് ഉള്ളതൊക്കെ ഓരോ ദിവസമായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൻ്റെ ബോക്സിലോട്ട് മാറ്റി വെക്കണം. അപ്പോൾ അതുവരേക്കും ഫ്രിഡ്ജിൽ ഞാൻ മേടിച്ചുകൊണ്ട് വന്ന അതേ തുണി കവറിൽ തന്നെ ഇട്ട് വെജിറ്റബിൾ ബോക്സിലോട്ട് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ അടുത്ത് എപ്പോഴും ഇങ്ങനെ ചീര ഇങ്ങനെ സ്റ്റോക്ക്ഡ് ആയിരിക്കും. പിന്നെ ഈ ഒരു ജ്യൂസർ ഞാൻ ഇന്നാണ് എടുത്തേക്കുന്നത്. ഇതുവരെയും യൂസ് ചെയ്തിട്ടില്ല. ഓറഞ്ച് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് മെയിനായിട്ട് ഓറഞ്ച് മേടിച്ചത് തന്നെ ഇതിൽ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് കോൾഡും പനിയൊക്കെ ആയ കാരണം കൊണ്ട് ഇത്രയും ദിവസമായിട്ട് ഇത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് അതിൻ്റെ സ്ട്രെയിനർ അകത്തോട്ട് വെച്ചിട്ട് അതിൻ്റെ പുറത്തൊരു വലിയൊരു ബോക്സ് പോലെ ഉണ്ടല്ലോ, അത് ആദ്യം വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിനകത്ത് സ്ട്രെയിനർ അകത്തോട്ട് ഫിറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ മേലത്തെ അടപ്പ് അങ്ങോട്ട് അടച്ചു വെക്കുക. അപ്പോൾ അതിനകത്ത് ചെറിയൊരു ലോക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, വൈറ്റ് കളർ അടപ്പ്. അതിലോട്ട് ലോക്കായിട്ടിരിക്കും. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഓറഞ്ച് ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് ഇട്ട് വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവൻ ഓറഞ്ചായിട്ടും വെക്കാം കേട്ടോ. ഞാനത് പെട്ടെന്ന് ഓർക്കാതെ എല്ലാം അല്ലികളായിട്ട് പൊളിച്ചെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇങ്ങനെ ആ മേലത്തെ ഒരു എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം കണ്ടില്ലേ, കറുപ്പ് കളർ, അതിങ്ങനെ മേലോട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ പ്ലഗ് പിന്നിൽ പ്ലഗ് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഒരടി അടിക്കുമ്പോൾ തന്നെ പെട്ടെന്നാണ് അത് അങ്ങോട്ട് താന്ന് പോയിട്ട് ജ്യൂസ് ഇതിൻ്റെ പുറത്തോട്ട് വരുന്നത് കേട്ടോ. നമ്മൾ ജ്യൂസ് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പൈപ്പ് ഉണ്ട്, ആ സംഭവം നമ്മൾ ആദ്യമേ തന്നെ ഫിറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് മേടിച്ചിട്ടുള്ള ഈ ഒരു മിക്സറാണ്. നമ്മൾ ഫിലിപ്സിൻ്റെ കമ്പനിയാണ് എടുത്തേക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്ക് ഒരുപാട് ഗസ്റ്റൊക്കെ വരുവാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ജ്യൂസ് അടിക്കണം. അപ്പം അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആവും കേട്ടോ. ഞാനിത് 2-3 മിനിറ്റ് കൊണ്ടാണ് ഇത്രയും ഓറഞ്ച് അടിച്ചെടുത്തത് കേട്ടോ. ജസ്റ്റ് ഒരു പ്രസ് കൊടുത്തിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് താഴെ ആ ഒരു പൾസ് അങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ അരഞ്ഞ് ഇതായിട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത തന്നെ ഇതിൻ്റെ ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ സൈഡിൽ ഇങ്ങനെ കിടക്കും. പിന്നെ ആ സ്ട്രെയിനർ വഴി ഓറഞ്ചിൻ്റെ ഇതെല്ലാം അരിച്ചിട്ട് ജ്യൂസ് മാത്രമായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഇനി നമ്മളിത് അരിക്കുകയോ ഒന്നും വേണ്ട. ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ഇട്ടിട്ട് കുടിക്കാം കേട്ടോ. അതിനകത്ത് എന്ത് ജ്യൂസ് വേണമെങ്കിലും അടിക്കാം. ഇത് നമുക്ക് പ്യുവറായിട്ട് കിട്ടുന്ന ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണ്. നമ്മൾ ഇതിനകത്ത് വെള്ളം പോലും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഷുഗറൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ കുടിക്കാം. ഇതിപ്പോൾ ഇത്രയും ഓറഞ്ച് എടുത്തപ്പോൾ ദേ കറക്റ്റ് ഇത്രയൊരു ഗ്ലാസിൻ്റെ പകുതിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് പ്യുവറായിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് എനിക്കും ഹസ്ബൻഡിനും ആമിക്കും കൂടി ഒന്നും തികയില്ല. അപ്പോൾ ഹസ്ബൻഡും മോളും കൂടി കുടിച്ചായിരുന്നു കേട്ടോ. പകുതി വെച്ച് എടുത്തോളാനായിട്ട് പറഞ്ഞിട്ട് അങ്ങനെ അവർ കുടിച്ചു. പിന്നെ എൻ്റെ തൊട്ട് പുറകിൽ തന്നെ ഹസ്ബൻഡും മോളും ഒക്കെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ആണല്ലേ ഇതൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ്. അങ്ങനെ അത് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൊണ്ടുവന്ന് പൈപ്പിൽ വെള്ളം തുറന്ന് വിട്ടിട്ട് ഇങ്ങനെ കഴുകിയെടുക്കാം കേട്ടോ. നല്ലതായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് ആ സ്ട്രെയിനർ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളൊരു സ്ക്രബ്ബർ ഇട്ടിട്ട് 2 സൈഡിലായിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകി എടുത്താൽ മതി. നല്ലോണം കഴുകി ഉണക്കിയതിന് ശേഷം സൂക്ഷിച്ചു വെക്കുക. നമ്മുടെ വിഷ്ണുപ്രിയ എന്നെ ഒരു അന്നത്തെ ആ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്സ് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. രാവിലെ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് നൈറ്റ് റുട്ടീൻ നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ബെഡ് ടൈം ഫിക്സ് ചെയ്യുക. 10 മണിക്കാണ് ഉറങ്ങുന്നതെങ്കിൽ എല്ലാ ദിവസവും ആ ഒരു ടൈമിൽ തന്നെ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനും ചെയ്യുന്നൊരു തെറ്റ് തന്നെയാണ്, നമ്മൾ ഉറങ്ങുന്നതിന് ഒരു 60 മിനിറ്റ്സ് ബിഫോർ, അതായത് 1 അവർ മുന്നേയെങ്കിലും നമ്മൾ ഫോൺ എടുത്ത് മാറ്റി വെക്കുക. സ്ക്രീനുകളെല്ലാം ഓഫ് ചെയ്യുക. ഇപ്പോൾ TV ഉണ്ടെങ്കിൽ TV ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ ഫോൺ ഉണ്ടെങ്കിൽ ഫോൺ ഓഫ് ചെയ്യുക. നമ്മളെല്ലാവരും ഇപ്പം ഫോണും കൊണ്ടാണ് ബെഡിലോട്ട് പോകുന്നത് അല്ലേ. ഞാനും അങ്ങനെ തന്നെയാണ്. കുറേ ഞാനിങ്ങനെ ഫോണിൻ്റെ യൂസേജ് കുറയ്ക്കാനായിട്ട് ട്രൈ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നൈറ്റ് ഉറങ്ങുന്ന സമയത്ത് ഒരിക്കലും ഫോണും കൊണ്ട് നമ്മൾ പോകരുത്. നമ്മൾ ഫോൺ അഥവാ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് നൈറ്റ് മോഡിൽ ഇടുക, അല്ലെങ്കിൽ അതിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ച്
അടച്ചു വെക്കുക. അപ്പോൾ നമുക്ക് വലുതായിട്ട് സ്ട്രെയിൻ തോന്നത്തില്ല കണ്ണിനൊന്നും. ഒരു 2-3 മണിക്ക് ശേഷം, അതായത് നമ്മുടെ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം അനാവശ്യമായിട്ട് കോഫി, ടീ അതൊന്നും കുടിക്കാനായിട്ട് പാടില്ല കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമാണല്ലേ ഈ കോഫി, ടീ ഒക്കെ അവോയ്ഡ് ചെയ്യാന്നുള്ളത്. കാരണം അതിങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരത്തേയില്ല. പ്രത്യേകിച്ച് കോഫിയൊക്കെ ആണെങ്കിൽ നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരാതിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഞ്ചിന് ശേഷമുള്ള കോഫി, ടീ അവോയ്ഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ ഒരു വിൻഡ് ഡൗൺ റിച്വൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് എല്ലാ ദിവസവും നൈറ്റ് കിടക്കുന്നതിന് മുന്നേ ചെറിയൊരു ഷവർ ചെയ്യുക, അതായത് കുളിക്കുക. നന്നായിട്ട് ദേഹമൊക്കെ ഒന്ന് കുളിച്ച്, അല്ലെങ്കിൽ തല കുളിക്കേണ്ട, ചെറുതായിട്ടൊരു കുളിയൊക്കെ ഒന്ന് കുളിച്ചിട്ട്, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു റീഡിംഗ് ഒക്കെ, ബുക്കൊക്കെ എടുത്ത് വെച്ച് റീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ കാമായിട്ടുള്ള മ്യൂസിക് ഒക്കെ വെക്കുക. ഇതിനെ പറയുന്ന പേരാണ് വിൻഡ് ഡൗൺ റിച്വൽസ് എന്ന് പറയും. ഇങ്ങനെ നമ്മളൊരു നൈറ്റ് റുട്ടീൻ ശീലിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവും ഇത് നമ്മുടെ ഒരു റുട്ടീനായിട്ട് മാറിയിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്കതൊരു പാറ്റേൺ ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവും. അങ്ങനെ നമുക്ക് പതിയെ നമുക്ക് ഉറക്കത്തിലോട്ട് പോകാനും പറ്റും. ഞാനിപ്പോൾ നൈറ്റ് ആമിയെ ഉറക്കുന്നത് 10 മണിയാകുമ്പോൾ തന്നെ ഞങ്ങൾ ബെഡിൽ കയറി കഴിഞ്ഞാൽ ആമിക്ക് ഞാൻ ബുക്സ് വായിച്ചു കൊടുത്ത് അവൾ ഒരു 10:30 ആകുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഉറങ്ങും കേട്ടോ. പിന്നെ എനിക്ക് ഉറങ്ങാനായിട്ട് ഹസ്ബൻഡ് ജോലിക്ക് വന്ന ദിവസമാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഉറങ്ങത്തില്ല. അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഞാനും ബുക്സ് വായിച്ചാണ് ഉറങ്ങുന്നത്. ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ഫോണും കൊണ്ട് പോകും. അങ്ങനെ ഫോൺ നോക്കി കിടക്കുന്ന ദിവസങ്ങളിൽ ഒത്തിരി ലേറ്റ് ആവും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫോൺ അങ്ങനെ നൈറ്റ് യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്കിനി മോർണിംഗ് ട്രിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനാദ്യം തന്നെ വേണ്ടത് നമ്മൾ രാവിലെ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് അലാറം കൊടുത്തു വെക്കുക. നമ്മളെല്ലാവരും അലാറം കൊടുക്കുന്ന ആൾക്കാരാണല്ലേ. പക്ഷെ നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കത് എഴുന്നേറ്റ് വന്ന് ഓഫ് ചെയ്യാനുള്ളൊരു മടിയാണ്. നമ്മൾ അവിടെ കിടന്നുകൊണ്ട് തന്നെ ഫോണിൽ അലാറം എടുത്ത് ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്നൂസ് ചെയ്ത് വെച്ചിട്ട് പിന്നെയും കിടന്ന് ഉറങ്ങുമല്ലേ. ഞാനും അങ്ങനെ തന്നെയുള്ള ഒരാളായിരുന്നു. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഫോൺ വെക്കുമ്പോഴാണ് ഈ പ്രശ്നം. നമ്മൾ കുറച്ച് ദൂരോട്ട് മാറി ഫോൺ എടുത്ത് വെച്ചേക്കുക. ഫോൺ വെച്ചതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് അലാറം കേൾക്കുമ്പോൾ എഴുന്നേറ്റല്ലേ പറ്റുള്ളൂ അലാറം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എഴുന്നേറ്റ് പോയി ആ ഒരു അലാറം ഓഫ് ചെയ്യുന്നതിനിടയിൽ തന്നെ നമ്മുടെ ഉറക്കം പോവും. അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേക്കാനുള്ളൊരു ടെൻഡൻസിയും കൂടും. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ, അതായത് ബെഡിലിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഒന്ന് കണ്ണൊക്കെ ഒന്ന് പതിയെ ഒന്ന് തുറന്നതിന് ശേഷം പോയിട്ട് നമ്മുടെ ബെഡ്റൂമിലുള്ള കേർട്ടൻ ഉണ്ടല്ലോ അതങ്ങോട്ട് ഓപ്പൺ ചെയ്തിടുക. ജനലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇടുക കേട്ടോ. അപ്പോൾ അങ്ങനെ സൺലൈറ്റ് ഒക്കെ അടിക്കുമ്പോൾ, വെട്ടമൊക്കെ ഒന്ന് അടിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമുക്കൊരു ഉന്മേഷം വരും. നമുക്ക് പിന്നെ ഉറങ്ങാനുള്ളൊരു മൂഡ് വരത്തില്ല. അപ്പോൾ അങ്ങനെ അത് ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും അലാറം സ്നൂസ് ചെയ്ത് വെക്കരുത്. നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങൾ അറിയാതെ കൊടുക്കുന്ന ഒരു സിഗ്നലാണ് അലാറം സ്നൂസ് ചെയ്താൽ ഇനിയും ഉറങ്ങാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലാറം കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ എപ്പോഴും ചെയ്യുന്ന മെയിൻ കാര്യമാണ്, എൻ്റെ ഹസ്ബൻഡിനോട് ഇന്നും പറഞ്ഞ കാര്യമാണ്, നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ട് നേരെ പോയിട്ട് ഒന്ന് പുറത്ത് പോയി ഒന്ന് സൺലൈറ്റ് ഒക്കെ നോക്കി, അല്ലെങ്കിൽ സൺറൈസ് ഒക്കെ ഒന്ന് നോക്കി നിൽക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ പോലും അറിയാതെ നമുക്ക് ആ ഒരു ഉറക്കച്ചടവങ്ങ് പോകും. പിന്നെ നമുക്ക് ഉറങ്ങാൻ തോന്നത്തില്ല കേട്ടോ. ഒന്ന് പ്രകൃതിയിലൊക്കെ ഒന്ന് നോക്കി കിളികളുടെയൊക്കെ ശബ്ദമൊക്കെ ഒന്ന് കേട്ട് അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ഉറക്കം അങ്ങ് പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് നോക്കി നടക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡിക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ബ്രെയിനിന് മനസ്സിലാവും ഇനി ഉറങ്ങേണ്ട സമയമല്ല, അതായത് പകൽ സമയമായി, നേരം വെളുത്തു, ഉറങ്ങാനുള്ളൊരു ടെൻഡൻസി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് നോക്കണം. റൂമിൽ തന്നെ അങ്ങനെ അടഞ്ഞിരിക്കരുത്. പെട്ടെന്ന് തന്നെ നമ്മൾ പുറത്തോട്ടേക്ക് വന്നിട്ട് പ്രകൃതിയിലൊക്കെ ഒന്ന് നോക്കി, ഗാർഡൻ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് പോയി അങ്ങനെയൊക്കെ നിൽക്കുക കേട്ടോ. അടുത്തത് നമ്മൾ നമ്മുടെ ബോഡി ക്ലോക്ക് ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ വർഷം ഞാനാണെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് 5 മണിക്ക് എഴുന്നേൽക്കാനായിട്ട് ട്രൈ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കുറേ നാൾ അങ്ങനെ എഴുന്നേറ്റെങ്കിലും പിന്നെ ആയപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് 6 മണിയാണ് എൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത്. പണ്ട് തൊട്ടേ 6 മണിക്ക് എഴുന്നേറ്റിട്ടുള്ളൊരു ശീലം ഉള്ളത് കൊണ്ടാവണം എനിക്ക് ആ ഒരു 6 മണിക്ക് മാത്രമേ എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 5 മണിക്ക് എഴുന്നേറ്റാലും പിന്നെ ഒരുപാട് നമുക്ക് സമയമൊക്കെ കിട്ടും. പക്ഷേ പതിയെ നമ്മളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് 5 മണി സമയം കീപ്പ് ചെയ്യുക. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 6 മണി പേഴ്സൺ ആയതുകൊണ്ട് എനിക്ക് 6 മണിക്ക് എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ നമ്മൾ പണ്ട് തൊട്ടേ ശീലിച്ചത് ഏത് സമയമാണോ ആ ഒരു സമയം അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ അത് നമ്മൾ പതിയെ മാറ്റിക്കൊണ്ട് വരാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, വീക്കെൻഡ് സമയങ്ങളിലും നമ്മൾ വീക്ക് ഡേയ്സ് സമയത്ത് എഴുന്നേൽക്കുന്ന അതേ സമയം തന്നെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. വീക്കെൻഡ് ആണല്ലോ,
ലീവ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെയും കിടന്ന് ഉറങ്ങുമ്പോൾ പിന്നെ നമ്മുടെ വീക്ക് ഡേയ്സിലെ റൊട്ടീനിലോട്ട് വരുമ്പോൾ പഴയപടി ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളൊരു 30 മിനിറ്റ് നേരത്തെ മാക്സിമം എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കാവുള്ളൂ. ഒരുപാട് മണിക്കൂറുകളൊന്നും വീക്കെൻഡിൽ കിടന്ന് ഉറങ്ങരുത്. നമ്മൾ എഴുന്നേൽക്കുന്ന സമയം പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഏർലി മോർണിംഗ് എനിക്ക് 4 മണിക്ക് എഴുന്നേൽക്കണമെന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. 6 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാൾ എങ്ങനെയാണ് 4 മണിക്ക് എഴുന്നേൽക്കുന്നത്? അങ്ങനെ എഴുന്നേറ്റാൽ തന്നെ ഭയങ്കര തലവേദനയും തലവെരുപ്പും പിന്നെ അന്നത്തെ ദിവസം മൊത്തം നമുക്ക് പോയി അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു 10-15 മിനിറ്റ് നേരത്തെ എഴുന്നേറ്റ് ശീലിക്കുക. അങ്ങനെ പതിയെ സമയം ബാക്കിലോട്ട് എഴുന്നേറ്റ് വരുമ്പോൾ നമുക്കൊരു കൃത്യസമയത്തേക്ക് എഴുന്നേൽക്കാൻ പറ്റും. എൻ്റെ ആ ഒരു 5 മണി റുട്ടീനിലേക്ക് വരാൻ തന്നെ എനിക്ക് ഏകദേശം ഒരു 6 മാസം എടുത്തു എന്നാണെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ പിന്നീട് ഈ ഇവിടുത്തെ ക്ലൈമറ്റ് മാറി തണുപ്പായപ്പോഴത്തേക്കും വീണ്ടും പഴയപടി തന്നെ ഈ ഒരു 6 മണി സമയത്തിലോട്ട് പോയി. പിന്നെ ഇപ്പോഴും ഞാൻ 6 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ക്ലൈമറ്റിന് നല്ലൊരു പങ്കുണ്ട്. തണുപ്പൊക്കെ ഉള്ള സമയമാണെങ്കിൽ നമ്മൾ ഒരിക്കലും എഴുന്നേൽക്കത്തില്ലല്ലേ, അങ്ങനെ തന്നെ കിടന്നുറങ്ങും. അതിപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമുക്ക് നല്ല ചൂടുള്ള സമയമാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ എത്ര നേരത്തെ വേണമെങ്കിലും എഴുന്നേൽക്കും. പ്രത്യേകിച്ച് നമ്മുടെ ചെന്നൈയിലെ ക്ലൈമറ്റ് ചൂട് സമയം വരുമ്പോൾ അങ്ങനെയാണ് കേട്ടോ, നമുക്ക് ഉറങ്ങാൻ തോന്നത്തില്ല. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങുന്നവരാണെങ്കിൽ ഈ മണിക്കൂറുകളോളം കിടന്നുറങ്ങുന്ന ഒരു ശീലം അതുണ്ടെങ്കിൽ നിർത്തട്ടോ. ചില ദിവസങ്ങളിൽ എനിക്കും ഭയങ്കര ക്ഷീണം തോന്നുമ്പോൾ ഒരുപാട് ജോലിയൊക്കെ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ ഞാനും കിടന്നിങ്ങനെ ഒരു മണിക്കൂറൊക്കെ കിടന്നുറങ്ങും കേട്ടോ. അങ്ങനെ ഉറങ്ങുന്ന ദിവസങ്ങളിൽ എനിക്ക് പിന്നെ രാത്രി ഉറക്കം കാണത്തേ ഇല്ല. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നത് ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ നമ്മളൊരു നാപ്പ് എടുക്കുകയേ ചെയ്യുള്ളൂ. നാപ്പ് എന്ന് പറയുന്നത് തന്നെ 15-20 മിനിറ്റ് ഉള്ളൊരു ഉറക്കമാണ്. ജസ്റ്റ് ഒന്ന് കിടന്നിട്ട് ഉറങ്ങാതെ, അല്ലെങ്കിൽ ഉറങ്ങുന്നതിൽ തന്നെ ഒന്ന് മയങ്ങുക എന്ന് പറയില്ലേ, ആ ഒരു സംഭവം. അപ്പോൾ ഒരുപാട് മണിക്കൂറുകളോളം കിടന്ന് ഉറങ്ങാതെ ചെറിയൊരു നാപ്പ് എടുക്കുക. അതും ഒരു 3 മണിക്ക് മുന്നേയൊക്കെ വേണം ഒരു ചെറിയൊരു നാപ്പ് എടുക്കാനായിട്ട്. നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2-2:30 വരെയോ അല്ലെങ്കിൽ 2:30 to 2:45 വരെ അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു നാപ്പ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടൊരു കാര്യം എന്ന് പറയുന്നത് മോട്ടിവേഷൻ ഹാക്കാണ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് അറിയാലോ, നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമുക്ക് തന്നെ ഒരു റീസൺ കൊടുക്കുക. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് എന്തിനാണ്? എനിക്കൊരു റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിറ്റേ ദിവസം ഉറപ്പായിട്ട് എഴുന്നേൽക്കും അല്ലേ. ഇപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സിനിമ കാണാൻ പോവാണ്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കല്യാണത്തിന് പോവാണ്, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ നമ്മൾ തലേ ദിവസം നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് അറിയാം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് രാവിലെ എഴുന്നേൽക്കും. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഡെയിലി രാവിലെ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു ഒരു ടാസ്ക് കൊടുക്കുക. ആ ടാസ്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടുള്ള നിങ്ങളുടെ നടത്തമായിരിക്കാം, മോർണിംഗ് വാക്കായിരിക്കാം, ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് രാവിലെ നല്ലൊരു കോഫി ഇട്ട് കുടിക്കണമെന്നുള്ളതായിരിക്കാം, പിന്നെ ജേർണലിംഗ് എഴുതുന്നതായിരിക്കാം. അതുപോലെ തന്നെ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ആ ഒരു കാര്യമായിരിക്കണം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കാനുള്ള ഒരു റീസൺ ആയിട്ട് കൊടുക്കേണ്ടത്. നമ്മൾ വീട്ടമ്മമാർക്ക് രാവിലെ എഴുന്നേൽക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നൈറ്റ് തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക. ഇപ്പോൾ മക്കളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ തലേ ദിവസം തന്നെ യൂണിഫോം ഒക്കെ അയൺ ചെയ്ത് വെക്കുക. പിന്നെ ബാഗിൽ എല്ലാ ടെക്സ്റ്റ് ബുക്കും എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ എന്ത് കുക്ക് ചെയ്യുക എന്നുള്ളൊരു പ്ലാൻ എഴുതി വെക്കുക. ഇതൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. നൈറ്റ് റുട്ടീനിൽ വരുന്ന കാര്യങ്ങളാണ്, ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് രാവിലെ ടെൻഷൻ ഇല്ലാതെ എഴുന്നേൽക്കാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് വന്ന് ജോലികൾ ചെയ്യാനും പറ്റും. എന്തുണ്ടാക്കും, എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷനും കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ള പോയിന്റ്സ്. പിന്നെ ഇന്ന് ലഞ്ചെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങളിതേ ഒന്ന് പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് റിപ്പബ്ലിക് ഡേയുടെ ലീവായ കാരണം കൊണ്ട് എന്തായാലും ഒന്ന് പുറത്ത് പോയിട്ട് സിനിമ കാണാമെന്ന് പ്ലാൻ ചെയ്തേക്കുവാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നതാണ്. അപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ ഏത് സിനിമയാണെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ട് തന്നതാണ്. ഇപ്പോൾ നമ്മുടെ അജിത് കുമാറിൻ്റെ അജിത്തിൻ്റെ 50ാമത്തെ സിനിമയാണിത്, മങ്കാത്ത എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. അപ്പോൾ അത് റിലീസ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടിട്ടില്ല ഈ സിനിമ, അതിനെക്കുറിച്ച് ഒരു കഥയൊന്നും എനിക്ക് അറിയത്തുമില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു ഈ സിനിമ. പക്ഷേ ഫാമിലി ആയിട്ട് കാണാൻ പറ്റാത്തൊരു സിനിമയാണ്. ആമിയം കൊണ്ട് പോയപ്പോൾ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി. പിന്നെ അവൾക്ക് തിയേറ്ററിൽ പിന്നെ ഫോണൊക്കെ വെച്ച് കൊടുത്തിട്ടൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്തത് കേട്ടോ. പിന്നെ തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു. ഇപ്പോൾ സിനിമയെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരുവാണ് ചെയ്തത്. വരുന്ന വഴിയിൽ തന്നെ ഞങ്ങളിങ്ങനെ നാനും മട്ടൻ കുറുമയാണ് മേടിച്ചുകൊണ്ട് വന്നത്. പിന്നെ ആമിയെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് തലേ ദിവസം ഞാൻ ഹോംവർക്ക് എല്ലാം എഴുതിപ്പിക്കുക, അവളെ പഠിപ്പിക്കാനുണ്ട്, അതൊക്കെ ചെയ്യണം. ഇന്നിപ്പോൾ പൊന്നാങ്കണ്ണി ചീര മാത്രം ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിനിടയിൽ വന്നിട്ട് ഡിന്നർ ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് പാഴ്സൽ മേടിച്ചുകൊണ്ട് വരുവാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ
ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ഹൈപ്പ് ബട്ടൺ വരും. ഹൈപ്പും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേരിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ തന്നെ കമന്റ്സിൽ അറിയിച്ചേക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വെനസ്ഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.